ചാറ്റ് കൊടുത്തള അപ്പൊ പൊറാട്ടൊക്കെ തിന്ന് പറഞ്ഞ് എന്റെ മുഖത്തേക്ക് നോക്കിയാ സൂര്യ ഡ്രീംസിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഞായറാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ വന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ അമ്പലമുണ്ട്. ആ അമ്പലത്തിൽ കഴിഞ്ഞ ഞായറാഴ്ച ഉത്സവം ഉണ്ട് എന്നൊക്കെ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞേ നമ്മൾ കൂട്ടുകാർക്ക് ഓർമ്മ ഉണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഇതാ അന്നത്തെ വിശേഷങ്ങളൊക്കെയാണ്. അന്ന് ഞാൻ വീഡിയോ ഇട്ടൊന്നുമില്ല കേട്ടോ, വീഡിയോ കുറച്ചും ഇങ്ങോട്ട് എടുത്ത് വെച്ചിരുന്നു. അപ്പം അന്നത്തത് ഇന്നത്തും കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നത്. അങ്ങനെ അതായത് കലാശക്കൊട്ടാണ് കേട്ടോ. സമയം ഉച്ചനേരം ഒരു 12 മണിയൊക്കെ ആയപ്പോൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഈ ഉത്സവം എന്ന് പറഞ്ഞാൽ കൊല്ലം കൊല്ലം നടക്കണ തന്നെയാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ ഒരുപാട് മുന്നത്തെ വീഡിയോയിലൊക്കെ ഈ ഒരു ഉത്സവം ഉൾപ്പെടുത്തിയിരുന്നു. അപ്പോൾ വെയിലുകൊണ്ട് തന്നെ ആൾക്കാർ ഇതാക്കണം തലയിൽ ഓരോ തോർത്തും ഷാളൊക്കെ ഇട്ടാണ്ടാണ് കാണുന്നത്, കാഴ്ചകളൊക്കെ കാണുന്നത്. പക്ഷെ ഞങ്ങളിതാ ഒരു മരത്തിൻ്റെ ചുവട്ടിലായിരുന്നു കേട്ടോ. അന്ന് രാത്രി ഇതാ സ്റ്റേജ് പരിപാടി ഉണ്ടായിരുന്നു, സൂര്യമോള് കൂടിയായിരുന്നു കേട്ടോ. ഒരാഴ്ച മുന്നേ തന്നെ ഓള് ഡാൻസ് പഠിക്കുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അന്നൊക്കെ കളിച്ച് പഠിച്ചോ എന്ന് പറഞ്ഞപ്പോൾ ഓള് കേട്ടത് തന്നെയല്ല. ഓളെ പിറ്റേ ദിവസം അതിൻ്റെ തലേ ദിവസമാണ് ഡാൻസ് പഠിച്ചത്. അമ്പിളിമാമൻ്റെ എന്ന് പറഞ്ഞ പാട്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ വിഷ്ണു കൂട്ടുകാരും കൂടിയിട്ടുണ്ട്. വിഷ്ണു പിന്നെ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ സ്റ്റേജ് പരിപാടി ഉണ്ടെങ്കിൽ ഇതൊരു ടീമാണ് കേട്ടോ ഇവർ അങ്ങനെ ഡാൻസിനൊക്കെ കൂടുക. അതാണ് വിഷ്ണുവിന് മടി കൂടുതൽ. മുടി വെട്ടാൻ പറയലുണ്ടല്ലോ നമ്മളെ കൂട്ടുകാർ. ഞാൻ ഓനോട് പറയുമ്പോൾ പറയും ഞാൻ മുടി വെട്ടൂല അമ്മ, എനിക്കിങ്ങനെ ഡാൻസ് കളിക്കുകൊണ്ട് തന്നെ ഓന് ഭയങ്കര ഇഷ്ടമാട്ടോ അതേപോലെ കളിക്കുമ്പോൾ. അങ്ങനെ മടിയില്ല കേട്ടോ. സ്കൂളിലൊക്കെ പരിപാടിക്ക് കൂടുമ്പോഴുള്ളൂ അങ്ങനെ മടി. അങ്ങനെ ഇതാ നമ്മളെ നാത്തൂനും ഏട്ടനും ഉണ്ട് കേട്ടോ, വലിയളിയന്. അപ്പോൾ ഓല് തിങ്കളാഴ്ച പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം തിങ്കളാഴ്ച രാവിലെ തന്നെ പോവുകയാണെന്ന് പറയുകയാണ്. ഏട്ടന് പണിയുണ്ട്, കുട്ടികൾക്കും പണിയുണ്ട് എന്നൊക്കെ പറഞ്ഞു ഓല് പോകാൻ വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓൽക്ക് ചായയും കടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളിവിടെ കൊലയിൽ കുറച്ച് നേരം പറഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ തലേ ദിവസം ഞങ്ങൾക്ക് വർത്താനം പറയുന്നതൊന്നും വല്ലാണ്ട് ഇങ്ങോട്ട് കഴിഞ്ഞിട്ടൊന്നുമില്ല. പരിപാടി കാണാൻ ഓല് വന്നു, പരിപാടി കാണാനൊക്കെ പോയി അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഓൻ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. മോന് വരുന്നുണ്ട്. ഓനൊക്കെ പോയിരുന്നു കുട്ടികളെ. ഓനെ വിളിച്ചു പണിന്റെ പോലെ വാ വാ ഇങ്ങോട്ട് ഇറങ്ങി വാ. ഇങ്ങോട്ട് വാ. മാറിക്ക് ഇവിടെ ഇവിടെ ആടുന്നല്ലേ ഞാൻ ഇതിൽ. വാ ഇങ്ങോട്ട് വാ. കുഴപ്പമൊന്നുമില്ലല്ലോ. ചാടിച്ചോ? എന്താ തിന്നണേ? തന്നെ അനക്ക് പണിയുണ്ടോ മോനോ? കുട്ടന് പണിയുണ്ടോ? അനക്ക് പണിയുണ്ടോ? എന്നാ പോയിക്കോളിന്ന എല്ലാരും പണിക്കാരാ. അല്ല ഓൻ ചാടിച്ചു പൊറാട്ടൊക്കെ തിന്ന് പോയി. അത് ഞാൻ വന്നപ്പോ തന്നെ ചോദിച്ച്. ഇല്ലേ? അപ്പൊ പൊറാട്ടൊക്കെ തിന്ന് പറഞ്ഞ് എന്റെ മുഖത്തേക്ക് നോക്കിയാ പിന്നെ എന്നിട്ടൊരു ഗ്ലാസ് ചായ ഉണ്ടേ? ആ ആക്കണ്. അത് അച്ഛൻ കുടിച്ചാളക്ക്. കുട്ടന് പണിയുണ്ടോ? അവൻ പോയോ? അപ്പൊ എങ്ങനെ ഈ പണിക്ക് പോകാൻ നേരത്തെ അപ്പം നീക്ക്, എന്നിട്ട് അപ്പം നീച്ചൊരുങ്ങ്. അപ്പൊ അങ്ങോട്ട് ചടപടയക്കാരല്ലേ? അവ ചേച്ചി എത്ര മണ്ടണ്ട വരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാണ്ട്. ഹോട്ടലിൽ നിന്ന് എപ്പോഴെപ്പോഴും തിന്നണ്ട കേട്ടോ. അങ്ങനെ തിന്നല്ലോ ചേച്ചി? തിന്നലുണ്ടോ? എപ്പോഴെപ്പോഴും തിന്ന പള്ളക്ക് കേടേക്കാരേ.
എന്താ തിരുവലിക ആ ഓള് കളിച്ച് നേരെ റോട്ടിൽ പോയിക്കണ്. അപ്പൊ എന്നോട് ഓള് സ്റ്റേജിമ്മ കയറിയപ്പോ അമ്മൻ്റെ ഒപ്പം ആരും നിക്കണില്ല, എൻ്റെ ഒപ്പം ആരുമില്ല. അതില് അറിയുന്ന വാ ഇന്ന ഇജ്ജ് നിന്നോടുക്ക പറഞ്ഞത്. ഓ ഇജ്ജ് വരണ്ട, അവിടെ നിന്ന ഇങ്ങോട്ട് വരണ്ടെന്നാ. അതൊക്കെ എടുത്തോണ്ട് നടക്കണം. അല്ലെങ്കിൽ ഒരാള് തിരിച്ചറിയില്ല. ഇനി ഒരു ദിവസം വരും, എന്നൊന്നുമില്ല. ആ കുട്ടികളെ വെച്ചിട്ടില്ലല്ലോ. പോയിട്ടാ കറുത്തെടുത്തോ? ഇനി ഗുളിക മരുന്ന് ഒന്നും മറന്നിട്ടില്ലല്ലോ. അത് ബാത്റൂമൊക്കെ ആ മണ്ടണ് പെണ്ണുട്ടി ആടെ വെക്ക്. എന്നിട്ട് ഹായ് ഇട്ട് ഞാനെന്തൊരു ഹായ് കൊടുത്ത ധൈര്യമായിട്ട് കൊടുത്തു. ചാറ്റ് കൊടുത്തള. ആ ഒക്കെ പോയില്ലേ. നേരത്തെ കാലത്ത് പോണുണ്ട്. അങ്ങനെ രാവിലെ നാത്തൂനും ഏട്ടനും പോയിട്ട്, നാത്തൂൻ്റെ മകനാണ്, ചെറിയ മകനാണ് ഓട്ടോറിക്ഷ കൊണ്ട് വന്നേന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ മൂത്തച്ചീൻ്റെ മകളും കുട്ടികളാണ് രണ്ടാമത് പോയത്. ഓൽക്കും തന്നെ അമ്പലത്തിൽ ഇന്ന് ഉത്സവം ഉണ്ടെന്ന് പറഞ്ഞു. ഓലും തന്നെ നേരത്തെ കാലത്ത് ഒരു 10:30 ആയപ്പോൾ ഓലും പോയിട്ടുണ്ട് കേട്ടോ. ഓൽക്കും അവിടെ മേലെ ഓട്ടോറിക്ഷ വന്ന് നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു. നാത്തൂന് കുട്ടികളെന്ന് പറഞ്ഞാൽ ചെക്കന്മാർക്കും പണിയുണ്ട്, ഏട്ടനും പണിയുണ്ട്. അങ്ങനെ ഓല് ഞങ്ങളിന്നിപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക്, അന്ന് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഓൽക്ക് വിരുന്നൊരുക്കണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നു. അതായത് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നു കേട്ടോ. അപ്പോഴാണ് ഏട്ടന് പണിയുണ്ട് എന്ന് പറഞ്ഞാണ്ട് പെട്ടെന്ന് വിളിച്ച് പറഞ്ഞത്. പിന്നെ ഇപ്പോൾ വൈകിക്കാൻ പറ്റൂലല്ലോ, എന്നാൽ പോയിക്കോട്ടെ എന്ന് പറഞ്ഞു. പണി കിട്ടുമ്പോൾ കിട്ടുള്ളൂ, അല്ലാത്തപ്പോൾ പണി ഉണ്ടാവില്ല എന്നും പറഞ്ഞ ഏട്ടന്. അപ്പോൾ പിന്നെ ഞങ്ങൾ പോയിക്കോട്ടെ എന്നും കരുതിയിട്ടോ. അങ്ങനെ ഞങ്ങൾ അന്ന് ഉത്സവത്തിൻ്റെ അന്ന് പ്രത്യേകമായിട്ടൊന്നും ഉണ്ടാക്കിയൊന്നുമില്ല. ഞങ്ങൾ സാമ്പാറും ചോറും അങ്ങനെ വെച്ചേന്നു. പിന്നെ അമ്പലത്തിലുണ്ടായിരുന്നു കേട്ടോ സദ്യയായിട്ടൊക്കെ. അങ്ങനെ ഉച്ചക്കത്തെ വിഭവങ്ങൾ അവിടെ നിന്ന് കഴിഞ്ഞു അമ്പലത്തിൽ നിന്ന്. അതേപോലെ വീട്ടിൽ നിന്ന് രാത്രി പിന്നെ പരിപാടിയൊക്കെ കഴിഞ്ഞാണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു, വീട്ടിലേക്ക് പോന്നു. പിന്നെ പിറ്റേ ദിവസം എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കണം, വിരുന്നാരൊക്കെ ഉള്ളതല്ലേ എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ ഏട്ടന് പണി ഉണ്ടായിരുന്നു നേരത്തെ കാലത്ത്. അങ്ങനെ ഓലും പോയി. പിന്നെ അന്ന് രാത്രി തിങ്കളാഴ്ച ഇതാക്കണം ഇവിടെ ചെക്കന്മാർ വന്നിരിക്കണം. അപ്പോൾ ആ സ്കൂട്ടി ഞങ്ങളതല്ല കേട്ടോ, അവിടെ ഇരിക്കണവനുണ്ടല്ലോ പാൻറ്റും ഷർട്ട് ഇട്ടോനും, ഓൻ്റെ താട്ടോ, ഓല് താഴെ വീട്ടിലുള്ളതാണ്. ഓരോ വീട് താഴെ കുറച്ച് താഴെ കേട്ടോ. അപ്പോൾ ഓല് അവിടെ വണ്ടി നന്നാക്കണം. വണ്ടി നന്നാക്കണത് എന്ന് പറഞ്ഞാൽ നമ്മളെ ഏട്ടൻ്റെ കുട്ടി, അതായത് ഹസ്ബൻഡിൻ്റെ ഏട്ടൻ്റെ മകനാണ് കേട്ടോ. ഇത് ചെറുതാണ് കേട്ടോ, ഓനാണ് ഇപ്പോൾ കല്യാണം ഉള്ളത് എന്ന് പറഞ്ഞു തന്നത്. അപ്പോൾ ഓൻ ഇതാക്കണം. ഓൻ പറഞ്ഞു എന്നോട് നിങ്ങളെന്താ വീഡിയോ എടുക്കാത്ത ഞങ്ങളൊന്നും പറഞ്ഞിട്ടോ. അപ്പോൾ അങ്ങനെ ഇങ്ങോട്ട് വീഡിയോ എടുത്തത്. അപ്പോൾ ഓന് ഞാൻ വീഡിയോ എടുക്കുന്നത് പിന്നെ ഓൻ കണ്ടിട്ടൊന്നുമില്ലായിരുന്നു. പിന്നെ കണ്ടാണ്ട് ഓൻ പോയി, ഞാൻ ഷർട്ട് ഇട്ടിട്ടില്ല പറഞ്ഞാണ്ട്. പിന്നെ ഓണ്ട് ഒരു തോർത്തൊക്കെ പുതച്ച് വന്നിരിക്കണ്. പിന്നെ ഞങ്ങളവിടെ ബിഗ് ബോസ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനവിടെ ബിഗ് ബോസൊക്കെ കണ്ടിരിക്കുന്നു. ചോറുണ്ട് കഴിഞ്ഞാണ്ട് ബിഗ് ബോസ് അങ്ങനെ വല്ലാണ്ട് കാണലൊന്നുമില്ല. പക്ഷേ അതിൽ വല്ല അടിയോ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടെങ്കിൽ കാണും കേട്ടോ. അപ്പോൾ രസമല്ലേ, അങ്ങനെ കണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോഴാണ് ഇവർ ഇവിടെ വന്ന് ഇങ്ങനെ നന്നാക്കണം. അപ്പം എന്നോട് പറഞ്ഞത് വീഡിയോ എടുക്കുന്ന കാര്യത്തിൽ. അപ്പം ഞാൻ വീഡിയോ എടുത്താൽ പിന്നെ ഓൽക്ക് രണ്ടാക്കും മടിയില്ല. ഇത് ഇവൻ്റെ അനിയനാണ് കേട്ടോ, ഞാൻ പറഞ്ഞില്ല അവിടെ വണ്ടി ആരുതാണോ ഓൻ്റെ അനിയനാണ് കേട്ടോ. ഇത് നന്ദു ആണ് കേട്ടോ.
അങ്ങനെ ഞങ്ങൾ ബിഗ് ബോസും കണ്ടിരിക്കുന്നുണ്ട്. വിഷ്ണു അതായാലും അങ്ങോട്ട് ഷർട്ടൊന്നും ഇട്ടിട്ടില്ല, ഓനും ആയാലും അങ്ങനെ നടക്കണോണ്ട് ഞങ്ങളെല്ലാവരും ചോറിയിട്ടും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ TV ഒക്കെ കണ്ടിരിക്കുക വിചാരിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഇവർ സച്ചുവാണ് കേട്ടോ. ഇവൻ്റെ വീടും കുറച്ച് താഴെയായിട്ടാണ്. നാത്തൂൻ്റെ വീടുണ്ടല്ലോ അതിൻ്റെ താഴെയായിട്ടാവല്ലോ വീട്. അപ്പോൾ വണ്ടിയൊക്കെ നേരാക്കിയാണ്ട് ഇതാ വണ്ടി ഏട്ടൻ്റെ മകനൊന്ന് ഓടിച്ച് നോക്കുക. അവൻ്റെ പേര് രഞ്ജിത്താണ്. നമ്മളെ കൂട്ടുകാരൊക്കെ തന്നെ ഒരു വിധം അറിയാവും, ഞാൻ വീഡിയോയിലൊക്കെ പല പ്രാവശ്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അവന് വണ്ടിയൊക്കെ നന്നാക്കി ഓടിച്ച് നോക്കുക. ഇവിടെ ആരെങ്കിലും വണ്ടിയൊക്കെ എന്തെങ്കിലും ചെറിയ കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഓൻ തന്നെ കേട്ടോ വണ്ടിയൊക്കെ ശരിയാക്കി കൊടുക്കൽ. ഓന് പിന്നെ അതിൻ്റെ പണിയാണല്ലോ, ഓൻ രാവിലെ പോകും പണിക്ക്. പിന്നെ പറഞ്ഞാൽ എന്തെങ്കിലും അത്യാവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതേപോലെ ഇവിടെ ഉള്ള ആൾക്കാരതൊക്കെ ഓൻ തന്നെ നേരാക്കി കൊടുക്കട്ടോ വണ്ടിയും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് നമുക്കൊരു ആശ്വാസം അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട്. എവിടേക്കും കൊണ്ട് മണ്ടണ്ട, വണ്ടിയും കൊണ്ട് മണ്ടണ്ട, നമ്മളെ വീട്ടിൽ തന്നെ ആളുണ്ടെങ്കിൽ ഓനോട് പറഞ്ഞാൽ മതിയല്ലോ, റിപ്പയറിൻ്റെ ആളായതുകൊണ്ട്. അങ്ങനെ പിന്നെ ഞാൻ എന്താ പിറ്റേ ദിവസം ചൊവ്വാഴ്ചയാണ് കേട്ടോ വീഡിയോ എടുത്തത്. അപ്പോൾ ഇന്നത്തെ വിഭവങ്ങളൊക്കെ ഇതാ കേബേജ് ഉപ്പേരിയാണ്. കേബേജ് ഉപ്പേരി വെന്തിട്ടുണ്ട്, അതിക്ക് കുറച്ച് നാളികേരം ചിരവിട്ടിട്ടുണ്ട്, 2 പച്ചമുളകും കീറിയിട്ടിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഇതാ ഞാൻ കറി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ കറി എന്ന് പറഞ്ഞാൽ മൺചട്ടി ഇല്ലാഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ കറി ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ കാട്ടിത്തരാക്കി ഭയങ്കര മടിയുണ്ട്. പക്ഷെ മൺചട്ടി എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിൽ എങ്ങനെയായിട്ട് നിൽക്കണില്ല മക്കളെ, എന്ത് ചെയ്യാനാണ്. അപ്പോൾ ഇതാ കുറച്ച് പരിപ്പ് ഇട്ടിട്ടുണ്ട്, ചെറിയൊരു കുമ്പളങ്ങ കഷ്ണം, 2 വല്യുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. പാകത്തിനുള്ള വെള്ളം ഒഴിച്ചുകൊണ്ട് ഞാനിതൊന്ന് വേവിക്കാൻ വേണ്ടി അടപ്പത്ത് വെക്കുകയാണ്. പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമാവുമല്ലോ എന്ന് എനിക്കറിയില്ല മക്കളെ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരാരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. ഞാനിപ്പോൾ ഈ ഒരു കറി ഉണ്ടാക്കിയപ്പോൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്, മൺചട്ടി ഉണ്ടെങ്കിൽ എത്രത്തോളം നന്നായിരുന്നു എന്ന്. കാരണം എന്താ അറിയോ, ഞാൻ ഈ കറി മാങ്ങ ഇട്ടാണ്ടാട്ടോ വെക്കണത്. ഞാൻ കറി അടപ്പത്ത് വെക്കാൻ നേരത്തുണ്ട് രാജു 3 മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ട്, കോമാങ്ങ ഉണ്ടല്ലോ അത്. അപ്പോൾ എനിക്ക് തോന്നി മാങ്ങ ഇട്ട് കറി വെച്ചാൽ എന്താന്ന്, അത് രസമാണല്ലോ. അപ്പോൾ ഇതാ ഞാൻ കുടിവെള്ളം അടപ്പത്ത് വെച്ചേന്നു കേട്ടോ, തിളക്കാൻ വേണ്ടി വെച്ചതായിരുന്നു ചുക്കുവെള്ളം ഉണ്ടാക്കാൻ. അപ്പോൾ ഞാനത് അപ്പുറത്ത് അടപ്പക്ക് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ അടപ്പത്ത് കറി വേവിച്ചെടുക്കുക. വിഷ്ണു ഇപ്പോൾ സ്കൂളിട്ട് വരും, പരീക്ഷ ഉണ്ടല്ലോ, ഒന്ന് ലാസ്റ്റ് പരീക്ഷ, സ്കൂൾ പൂട്ടുകയാണല്ലോ. അപ്പോൾ ഓന് വരുമ്പോഴത്തേനും ചോറും കറിയൊക്കെ റെഡി ആവണം. അങ്ങനെ ചോറ് കുറച്ച് ചോറുള്ളൂ. ഇന്ന് രാവിലെ ചായക്കടി ഉണ്ടാക്കിയിട്ടില്ലേന്നു. ഇന്നിപ്പോൾ സത്യം പറഞ്ഞാൽ മടിയൊന്നും ചായക്കടി ഉണ്ടാക്കാൻ, ചില ദിവസങ്ങളുണ്ടല്ലോ അങ്ങനെ. അപ്പം ഇന്ന് എല്ലാവരും രാവിലെ ചോറാട്ട തിന്നത്. എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെറിയ കറി ഉണ്ടാക്കും ചോർക്ക് വേണ്ടി. 2 മാങ്ങ ഉണ്ട് കേട്ടോ, അതിന്ന് 1 മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മുരിങ്ങാക്കായം കൂടെ കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ വീടിൻ്റെ അടുത്തുനിന്ന് കിട്ടിയതാണ് കേട്ടോ. കിട്ടിയത് കാരണം മുരിങ്ങ മരത്തുമെന്ന് നിറച്ച് മുരിങ്ങാക്കായ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ സ്കൂൾക്ക് അംഗൻവാടിക്ക് പോണ വഴിയിലാണ് ആ വീട്. അപ്പോൾ ആ വീട്ടിൽ നിന്ന് ഞങ്ങൾ പോരുമ്പോൾ മുരിങ്ങാക്കായ തരലുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇതാക്കണം, നല്ല അടിപൊളി നല്ല നാടൻ മുരിങ്ങാക്കായ എന്ന് വേണമെങ്കിൽ പറയാം. പീടികയിൽ നിന്ന് വാങ്ങിയതല്ല കേട്ടോ, നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലല്ലെങ്കിലും നമ്മളെ അയൽ വീട്ടിലൊക്കെ ഉണ്ടാവുക, അവിടെ നിന്ന് തന്നതാണ് കേട്ടോ. അതുകൊണ്ടൊരു ഉപകാരമായിട്ടുണ്ട് കറിക്കൊക്കെ ഇടാൻ. അങ്ങനെ ഇതാക്കണം. ഞാൻ കുറച്ച് മാങ്ങ, കുറച്ച് പറഞ്ഞാൽ 1 മാങ്ങ ഞാൻ ചെത്തി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക്, മുരിങ്ങാക്കായ. അങ്ങനെ നമ്മളെ കുമ്പളങ്ങയും വല്യുള്ളിയും പരിപ്പ് ഇട്ടായിരുന്നു കേട്ടോ. പരിപ്പൊക്കെ വെന്തതിന് ശേഷം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തിട്ടുണ്ട്, പാകത്തിനുള്ള ഉപ്പ് ഇട്ടെടുത്തിട്ടുണ്ട്. ഒരുപാട് മഞ്ഞൾപ്പൊടി ഇതിൽ ചേർത്ത് കൊടുത്തു എന്ന് പറയരുത് കേട്ടോ മക്കളെ, ഒരുപാടൊന്നുമില്ല, പാകത്തിന് തന്നെ ചേർത്ത് കൊടുത്തത്. അങ്ങനെ കറി നല്ലോണം തിളച്ച് വന്നതിന് ശേഷം നാളികേരം അരച്ചെടുത്തിട്ടുണ്ട്. 1 വെളുത്തുള്ളീൻ്റെ അല്ലി, 2 ചെറിയ ഉള്ളീൻ്റെ അല്ലി എടുത്താണ്ട് ഞാൻ നാളികേരം അരച്ചെടുത്തിട്ടുണ്ട്. ചെറിയ ജീരകം കൂടെ ഉണ്ടെങ്കിൽ അതും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. പക്ഷേ ചെറിയ ജീരകം നമ്മളെ കയ്യിലില്ലാത്തതുകൊണ്ട് ജീരകം ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് മുരിങ്ങാക്കായൊക്കെ ഉഷാറായിട്ട് വെന്തിട്ടുണ്ട്. ജീരകം ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കറിക്കായ ഉണ്ടല്ലോ, കറിക്കായം കൂടെ ഞാൻ ഇതിൽ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് വറവിട്ടെടുക്കുക. അപ്പോൾ ഇന്നത്തെ പച്ചമാങ്ങേൻ്റെ ഒരു സ്പെഷ്യൽ കറിയാണ് ഇത്. ഈ എന്താ പറയുക, ചക്കക്കുരുവൊക്കെ ഇട്ട് വെക്കുമ്പോൾ രസമാണല്ലേ. അത് മൺചട്ടിയിലൊക്കെ വെക്കണം, അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. പക്ഷെ മൺചട്ടി നമ്മളെ കയ്യിൽ നിൽക്കാത്തതുകൊണ്ട് ആ ചട്ടി ഇങ്ങോട്ട് ഒഴിവാക്കിയിട്ടില്ല, ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. പിന്നെ ഞാൻ കറി വറവിടാനും കുറച്ച് കറിവേപ്പിലയും പച്ചമുളക് ഉണങ്ങിയതുണ്ടായിരുന്നു, അതും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് വറവിട്ടെടുക്കട്ടെ. അങ്ങനെ പച്ചമാങ്ങയും കുമ്പളങ്ങയും മുരിങ്ങാക്കായൊക്കെ ഇട്ട് വെച്ച കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു കേട്ടോ. ഇതിൽ തക്കാളിയോ വേറെ പുളിയോളോ ഒന്നും ചേർത്തിട്ടില്ല, ആ മാങ്ങേൻ്റെ പുളി തന്നെ ഉണ്ട്. സംഗതി അടിപൊളിയായിരുന്നു കേട്ടോ കറി. പിന്നെ ഒരുപാട് വെള്ളം വെക്കാതെയാണ് കറി ഉണ്ടാക്കിയെടുത്തത്. പിന്നെ കറിവേപ്പിലയും
വറുത്തെടുത്തപ്പോൾ കടുക് ഇട്ടതിന് ശേഷം ഞാനൊരു നുള്ള് ഉലുവയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ പറയാൻ മറന്ന. പിന്നെ ഞാനിതാ ഉണക്കമീൻ ഉണ്ടായിരുന്നു, അതും കൂടെ പൊരിച്ചെടുക്കാൻ നിന്നു. മാന്തൾ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചെറിയൊരു തളമീൻ്റെ കഷ്ണം ഉണ്ടായിരുന്നു, അതും കൂടെ അതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വിഷ്ണുവിന് ചോറ് വിളമ്പാൻ വേണ്ടി നിന്നു. വിഷ്ണുവിന് ചോറ് കൊടുക്കട്ടെ. അപ്പോൾ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറും കറിയെല്ലാം റെഡിയായി കഴിഞ്ഞേന്നു. അങ്ങനെ ഇതാ പ്ലേറ്റിക്ക് ചോറ് വിളമ്പിയിട്ടുണ്ട്, കറി ഒഴിച്ചിട്ടുണ്ട്. കറി പിന്നെ വിഷ്ണുവിന് കറി നല്ലോണം വേണം കേട്ടോ ചോറ് തിന്നുമ്പോൾ. ചിലർക്ക് കുറച്ച് കറി മതി, ചിലർക്ക് വല്ല കറീൻ്റെ ആവശ്യമില്ല. പക്ഷേ വിഷ്ണുവിന് അങ്ങനെയല്ല, ഓന് കറീൻ്റെ ആവശ്യമുണ്ട്. ഓന് കറി നല്ലോണം കൂട്ടുന്ന ആളാണ് കേട്ടോ. അങ്ങനെ ഇതാ മീൻ വറുത്തതും കറിയും കേബേജ് ഇട്ട് ഉപ്പേരി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉപ്പേരിക്ക് ഞാനൊരു നുള്ളു നാളികേരം കൂടെ ഇട്ടപ്പോൾ സംഗതി ഉഷാറായിട്ടുണ്ട്. അങ്ങനെ ഇതാക്കണ്. ഞാൻ പിന്നെ ചോറ് കുറവാണെന്ന് പറഞ്ഞല്ലോ, പിന്നെ ഞാൻ ചോറ് വെക്കാൻ വേണ്ടി നിന്നിട്ടോ. ഈ സമയത്ത് തന്നെ ചോറ് വെക്കട്ടെ. സമയം എന്ന് പറഞ്ഞാൽ 1 മണി ആയിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ വിറകും കൊള്ളി എടുത്ത സമയത്താണ് അതിമ ഒരു കവർ ഉരുകി കിടക്കണത് കണ്ടത്. കാരണം അത് അപ്പുറത്തെ അടപ്പിലിട്ടേന്നു കേട്ടോ. ഒരു കവർ ഞാൻ ഉണക്കമീൻ നന്നാക്കിയാണ്ട് അതിൻ്റെ കവർ അടപ്പിലിട്ടേന്നു. അതെടുത്ത് വേസ്റ്റിംഗ് കവർ അവിടെ വെക്കലുണ്ട്, ആ കവർക്ക് ഇടണം വിചാരിച്ച് വെച്ചതേന്നു. അത് ഞാനും സംഗതി മറന്നു. അപ്പോൾ ഞാൻ ഈ അടപ്പത്തിൽ നല്ലോണം തീ കത്തിച്ചപ്പോൾ ഒരു കൊള്ളിയേക്ക് നീക്കിയിട്ടതേന്നു. അപ്പോൾ ആ കവർ ഉരുക്കിയിട്ടുണ്ട്. അത് ഞാൻ പിന്നെ മാറ്റി വെച്ചിട്ടുണ്ട് അവിടെ. ഞാൻ വേസ്റ്റിംഗ് കവർക്ക് കൊണ്ടുപോയി ഇടണം. അങ്ങനെ ഇതാക്കണ്. ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചോറ് തികഞ്ഞിട്ടില്ലെങ്കിലോ വിചാരിച്ച് നേരത്തെ കാലത്ത് ചോറ് വെക്കട്ടോ. കുടിവെള്ളം അതിൻ്റെ ഇടയിൽ തിളപ്പിച്ചെടുത്തു. അങ്ങനെ അത് വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഉപ്പേരിയും കറിയും വിഷ്ണു ചോദിച്ചു വന്നിട്ടുണ്ട്. ഉപ്പേരിയും കറി അമ്മ തേരി നല്ല രസമുണ്ടെന്ന് പറഞ്ഞ് വന്നതാണ് കേട്ടോ. ഓൻ ചോറിനടുത്തുനിന്ന് വന്നതാണ്. അങ്ങനെ ഓന് ഞാൻ ലേശം ഉപ്പേരിയും കറിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെയും ചോദിച്ചു രസമുണ്ടോ വിഷ്ണു കറി? ആ രസമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇതാ ഓന് കുടിവെള്ളം കൊടുക്കാൻ ഞാൻ മറന്നേന്ന്. ചോറൊക്കെ ഞാൻ വിളമ്പി കൊടുത്തേന്നു. അപ്പോൾ അവൻ പറഞ്ഞു, അമ്മ എനിക്ക് വെള്ളത്തിന് ദാഹിക്കുന്നുണ്ട്, ലേശം വെള്ളം തരീറിഞ്ഞ് വിളിക്കുന്നുണ്ട് അവിടെ നിന്ന്. ഞാൻ കുറച്ച് വെള്ളം കൂടെ കൊണ്ട് കൊടുക്കട്ടെ കേട്ടോ. അങ്ങനെ കുറച്ച് ചുക്കള്ളം ഉണ്ടായിരുന്നു ഇന്നലത്തെ ബാക്കി, അത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ബാക്കി ഇനി ചൂടാറിയിട്ട് വേണം, ചൂടാറ്റി കുടിക്കണം ഇനി. അങ്ങനെ ഇതാക്കണം. അടപ്പൊന്ന് കത്തിക്കട്ടെ. അടപ്പ് ഇതുവരെ കത്തി നിന്നേന്നു. അപ്പോൾ ഞാൻ അതിന് കൊള്ളി മാറ്റി വെച്ചേന്നു, അതുകൊണ്ട് അത് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഉഷാറായിട്ട് കത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിതാ പതിവ് പോലെ ഞാൻ കുടിവെള്ളം വെക്കാൻ വേണ്ടി വന്നതാണ് മക്കളെ. കുടിവെള്ളം എന്ന് പറയുമ്പോൾ എന്താണ് വിചാരിക്കും, ഞാൻ പറഞ്ഞില്ല ടെറസിൻ്റെ മേലെ ഞാൻ വെള്ളം വെക്കലുണ്ടെന്ന്. അപ്പോൾ വെള്ളം വെക്കാൻ വേണ്ടി ഞാൻ വന്നതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് എനിക്ക് എഡിറ്റ് ചെയ്യാൻ സമയം. അപ്പോഴത്തേനും വൈകുന്നേരം ആയിട്ടുണ്ട്, ഒരു 3 മണി 3:30 ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ സൂര്യമോൾ അംഗൻവാടിക്ക് പോയേന്നു, ഓൾ അംഗൻവാടിയിൽ നിന്ന് കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ഇതിലാണ് കേട്ടോ വെള്ളം വെച്ച് കൊടുക്കൽ പക്ഷികൾക്കൊക്കെ. കാക്കകൾ ഇപ്പോൾ വെള്ളം വന്ന് കുടിച്ചു. ഞാൻ എഡിറ്റ് ചെയ്തിരുന്ന സമയത്ത് 2-3 കാക്കകൾ വന്ന് വെള്ളം കുടിച്ച് പോയി. പക്ഷെ എന്നെ കാണുമ്പോൾ ഒരു പേടിയൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഇവിടെ ഇങ്ങനെ നോക്കിയിരുന്നിട്ട് എൻ്റെ കയ്യിൽ ഫോണൊക്കെ കണ്ടിട്ട് പേടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങൾ ഇതൊക്കെയാണ് മക്കളെ. ഇനി എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരണ്ടേ. അതുവരേക്കും ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ ബൈ.